പരമ പന്നൻ, പരനാറി, തറപറ, ഈഴവ വിരോധി എന്തൊക്കെയാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് 88 വയസ്സുണ്ട്, എനിക്ക് അടുത്ത വർഷം 89 വയസ്സാവും. തൊടുപുഴയിലൊരു മീറ്റിങ്ങിലാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 88 വയസ്സുണ്ട്, അടുത്ത വർഷം 89 വയസ്സാവും. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ എന്തോ അയാളുടെ പേരെന്തെന്നൊക്കെ ബാക്കിലോട്ട് ചോദിക്കും. വീതി ശശീശൻ എന്നൊക്കെ പറയാം ആദ്യം, പിന്നെ അതാണ് സതീശൻ എന്നൊക്കെ ആരോ പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ പറയാം. പ്രതിപക്ഷ നേതാവിനെ വളരെ മോശമായി പറഞ്ഞു. അത് അദ്ദേഹം ഈഴവ വിരോധിയാണ്, ഈഴവർക്കൊന്നും ചെയ്തു തരുന്നില്ല, ഞാൻ കുറേ ഡേറ്റയും കണക്കും പറയുമ്പോൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ സത്യമല്ലേ പറഞ്ഞത്, മലപ്പുറത്ത് ഈഴവർക്ക് എന്തെങ്കിലും സ്ഥാപനമുണ്ടോ, ഈഴവർക്ക് അവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ, അവിടെ കൂടുതൽ വോട്ട് പിടിക്കുന്നത് മുസ്ലിം ലീഗല്ലേ, സംസ്ഥാനത്ത് ആനുകൂല്യങ്ങൾ കണക്കാക്കുമ്പോൾ ആനുപാതികമായി ഈഴവർക്ക് വോട്ട് ഇത് കിട്ടുന്നുണ്ടോ, ഇങ്ങനെ ഒരു 100,000 ചോദ്യങ്ങളാണ് വെള്ളാപ്പള്ളി ചോദിച്ചത്. അതിൽ ശരിയുണ്ടാവും തെറ്റുണ്ടാവും. എന്തായാലും SNDPയുടെ യോഗത്തിലാണ് ചോദിച്ചത്. പക്ഷേ എന്തായാലും വളരെ വലിയ ഗുസ്തിയാണ് ഇനി നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് കോൺഗ്രസിൻ്റെ ഹാൻഡിലുകളിൽ VD സതീശൻ്റെ ചാവേർ ഗ്രൂപ്പുണ്ട്, അവരെല്ലാം കൂടി ഇനിയിപ്പോൾ രംഗത്ത് ചാടും. ഇനിയിപ്പോൾ വലിയ യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്രയും കോലാഹലങ്ങൾ നടക്കേണ്ട ഒരു കാര്യമില്ല. എന്തായാലും SNDPയുടെ നേതാവ് എന്നുള്ള നിലയിൽ, SNDP പ്രസിഡന്റ് എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ വളരെ ശക്തമായി ഈഴവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ആ വാദിക്കലിൽ അദ്ദേഹം ആരെയെല്ലാം വെട്ടാൻ പറ്റും അവരെല്ലാം മുഖം നോക്കാതെ വെട്ടുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ വെട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ കിട്ടുന്നത് മുസ്ലിം ലീഗിനാണ്. ലീഗുകാരും ഇദ്ദേഹത്തിന് മനോരോഗമാണ്, കുഴപ്പമാണ്, ഇദ്ദേഹത്തിൻ്റെ പിന്നെ ക്ലിയറാണ്, നാറ്റമാണ്, ഇതാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് പച്ചയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തിപരമായി തന്നെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അതൊരു ചാനൽ ബൈറ്റിൽ പലരെക്കുറിച്ചും PC ജോർജിനെ കുറിച്ചും പലരെക്കുറിച്ചുമൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി. പക്ഷേ അതിന് ഉപരിയായി ഒരു മീറ്റിങ്ങിൽ, തൊടുപുഴയുടെ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ സതീശനെക്കുറിച്ച് വളരെ പരമ ബോറായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് വേണ്ടായിരുന്നു. ഒരു പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണ്ടേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ബഹുമാനം വേണ്ടേ. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഓരോ വ്യക്തികളെയും അങ്ങനെ പറഞ്ഞ് നമുക്ക് എതിർക്കുന്നത് ശരിയാണോ? എന്തായാലും താങ്കളൊരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് ആയിരിക്കാം പറഞ്ഞത്. പക്ഷേ എന്തായാലും ഒരു കയ്യടി കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വികാരത്തിൽ പറയുന്നതാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്ന ഭാഷയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ. നമുക്കൊരു നൈതികതയും ഒരു ധാർമ്മികതയും ഒക്കെ ഈ രാഷ്ട്രീയത്തിലും ഉണ്ടല്ലോ. എത്ര കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ആണെങ്കിലും അത് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പറഞ്ഞത് ഒന്നുകൂടി ഒരു പുനർവിചിന്തനം നടത്തണം. പ്രായത്തിൻ്റെ ഒരു വൈകാരികത കൊണ്ടോ കൂടുതലെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പക്വത കൂടുതൽ കൊണ്ടൊക്കെ അല്ലെങ്കിൽ ആ നിലയിൽ അത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പറയുന്നതായിരിക്കാം ഒരു വികാരപ്രകടനം വരുന്നത്. പക്ഷേ എന്തായാലും അതൊരു ശരിയായോ എന്നുകൂടി ഒന്ന് ആലോചിക്കുക. നമ്മൾ വേറൊന്നുമല്ല, VD സതീശൻ ഈഴവ സമുദായത്തിനോ SNDPക്കോ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പറയണം. അത് കൃത്യമായി അവരുടെ ആളുകളോടാണ് പറയുന്നത്, മറ്റുള്ളവരോടല്ല, സ്വന്തം ആളുകളോടാണ്, അനുയായികളോടാണ് പറയുന്നത്. നമുക്ക് ആരൊക്കെ ഉപദ്രവിച്ചു, ആരൊക്കെ നമ്മെ സഹായിച്ചു എന്നുള്ളത് പറയണം. അത് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു പോളിഷായ ഭാഷയിൽ പറയാമായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു നിരീക്ഷണം. എന്തായാലും വളരെ മോശമായ രീതിയിലുള്ള പ്രയോഗങ്ങളാണ് VD സതീശനെതിരെ പറഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കി പത്രം വരാനിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാണാം. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അടുത്ത ദിവസങ്ങളിലും മണിക്കൂറുകളിലും വരാനിരിക്കുന്നത് ഒരു പരസ്പര പോരായിരിക്കും, കൃത്യമായ ബഹളമായിരിക്കും.